ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല ടേസ്റ്റിയും ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അത് നമ്മൾ ബാർലരി വെച്ചിട്ടാണ് കേട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഗോതമ്പ് പോലെ ഇടിക്കും വേണ്ട, കുത്തൊന്നും വേണ്ട. ഇത് നന്നായിട്ട് കഴുകി നമ്മൾ 4 മണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കണം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാർലരിയാണ് ഇത്. നമ്മുടെ നബിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട് ബാർലരിയൊക്കെ വെച്ചിട്ട് കേട്ടോ. അത് ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമ്മൾ സോക്ക് ചെയ്യാതെ വേവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കാണുന്ന സ്പൂണിന് 5 സ്പൂൺ ബാർലരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വേവിച്ചെടുത്തു. ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കൊക്കെ ഇതുപോലെ സിമ്മിലിട്ട് വേവിച്ചാൽ വെന്ത് കിട്ടും കേട്ടോ. ചോറ് പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടയണ്ട കേട്ടോ, നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്കില്ലേ അതുപോലെ തന്നെയുള്ള സ്പൂണിൽ ഒരു 4 ടേബിൾ സ്പൂണാണ് ചവ്വരിയും കൂടി കഴുകി ഇട്ടു. എന്നിട്ട് ഞാനിതിലേക്ക് വെള്ളം വറ്റിപ്പോയല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി, തിളച്ച വെള്ളമാണ് കേട്ടോ, ഒഴിച്ച് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ചവ്വരി ഒന്ന് വെന്ത് നല്ല മീനിൻ്റെ കണ്ണ് പോലെ ആയിട്ട് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണേ. അല്ലെങ്കിൽ നമ്മുടെ ചവ്വരി വെന്ത് കഴിഞ്ഞാൽ അതും കടിക്കാൻ കിട്ടില്ല. അപ്പോൾ നല്ല രസം അതിങ്ങനെ കണ്ണ് പോലെ ഇരിക്കണം കാണാനായിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സായി കൊടുക്കുക. അതിലേക്കൊന്ന് പിടിക്കട്ടെ കേട്ടോ, പഞ്ചസാര ഒന്ന് പിടിക്കട്ടെ. നിങ്ങൾ ഷുഗറുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഷുഗറൊക്കെ ഒന്ന് കുറച്ച് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് പാചകം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടു. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പശുവും പാൽ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പശുവും പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പാലിൽ ഒന്നും കുറവ് വരുത്തരുത്. ടേസ്റ്റിയാണ്, നമുക്ക് വിശപ്പും ദാഹമൊക്കെ മാറാനുള്ളതാണല്ലോ. അപ്പം നന്നായിട്ട് പാലൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുട്ടി പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പശു നെയ്യ്, 1 ടീസ്പൂൺ പശു നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പില്ലേ, മുന്തിരിയുടെ ആവശ്യം, തേങ്ങാക്കൊത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ, കുറച്ചും കൂടി, നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മാത്രം മതിയെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ 1.25 ടേബിൾ സ്പൂൺ റവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തേക്കാം. ഇനി കുറുകി കഴിഞ്ഞാൽ ഈ ഒരു ഇതിലാണ് ഈ റവയും കൂടി വെന്ത് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് പാലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ പാലൊക്കെ ഒന്ന് തേങ്ങാപ്പാലോ, ലാസ്റ്റാണെങ്കിൽ തേങ്ങാപ്പാൽ ഫസ്റ്റ് അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ടേസ്റ്റാക്കി എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ.